I just saw Patriot, മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി. ഇവരാണ് ഇതിന്റെ മെയിൻ കാസ്റ്റ് ആൻഡ് ക്രൂ. രേവതി ക്യാമിയോ പേരൻസ് ആണ്. നയൻതാരയും മോഹൻലാലും ഓൾമോസ്റ്റ് ഒരു ക്യാമിയോ മാതിരി, ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ എന്ന് വേണമെങ്കിൽ പറയാം നയൻതാരന്റെ മോഹൻലാലിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും ഈ സിനിമയിൽ ഒരു പരിധി വരെ ത്രൂ ഔട്ട് ഉണ്ട്. ബട്ട് ഇതിന്റെ ഒരു മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടിയുടെ ഡാനിയൽ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെയാണ് ഈ സിനിമ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഇവന്റ്സ് 2018-19 പെഗസിസ് സോഫ്റ്റ്വെയർ അറ്റാക്ക് എന്ന് പറഞ്ഞൊരു സാധനം നടന്നില്ലായിരുന്നു. അത് ബേസിക്കലി ഈ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ഫോണിലേക്ക് ഒരു ആപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് അത് നിങ്ങളുടെ ഫോണിന്റെ ഫുൾ കൺട്രോളും ആക്സസും നിങ്ങളുടെ ഇമെയിൽസ്, നിങ്ങളുടെ വാട്സപ്പ് ചാറ്റ്, ബേസിക്കലി നിങ്ങളുടെ ഫോണിന്റെ അകത്ത് നിങ്ങളുടെ പ്രൈവസി ഫീച്ചേഴ്സ് ഒക്കെ ടേൺ ഓഫ് ചെയ്തിട്ട് ഗവൺമെന്റോ അല്ല ആരാണോ ഈ ഫോൺ ഹാക്ക് ചെയ്യുന്നത് അയാൾക്ക് ഫുൾ കൺട്രോൾ കൊടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമയുടെ ഒരു ബേസിക് പ്രമൈസ് പറഞ്ഞു പോകുന്നത്. ആ ഒരു ഇൻസിഡന്റ് ആസ്പദമാക്കിയിട്ട് ആ ഒരു ഇൻസിഡന്റ് നിങ്ങൾ 2019-18 ആ ഒരു കാലഘട്ടത്തിലെ ന്യൂസസും അതേപോലെ അങ്ങനത്തെ ക്ലിപ്സ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് വാസ് എ ബിഗ് തിങ്. ഇന്ത്യയിൽ മാത്രമല്ല, ഈവൻ ജെഫ് ബീസോസിന്റെ ഫോൺ പോലും ഈ പെഗസിസ് സോഫ്റ്റ്വെയർ വെച്ച് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. സോ ബേസിക്കലി പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ സർക്കാർ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു, ആ സോഫ്റ്റ്വെയർ പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുന്നു, ഡാറ്റാ ബ്രീച്ചസ് ഉണ്ടാകുന്നു, അത് സിവിലിയൻ ഡെത്തിന് കാരണമാകുന്നു, പിന്നെ അതിനെ എക്സ്പോസ് ചെയ്യാൻ നടക്കുന്ന ഒരു കൂട്ടം പ്രൊട്ടാഗണിസ്റ്റ്. അതിലൊരു കീ പ്രൊട്ടാഗണിസ്റ്റ് ആണ് മമ്മൂക്കയുടെ ക്യാരക്ടർ. ഇതാണ് ഇതിന്റെ ഒരു കോർ പ്രിമൈസ്. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു പേട്രിയോട്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിന്റെ അകത്ത് ഇതിന്റെ റൈറ്റിംഗിന്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ഒരു ഫ്ലാറ്റ്നെസ് ഉണ്ട്. ആ ഫ്ലാറ്റ്നെസ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഡൗൺഫോൾ. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ഡൗൺഫോൾ എന്ന് പറയുന്നത് ഫൈറ്റ് സീക്വൻസ് ആണ്. ഇതിന്റെ ഫൈറ്റ് സീക്വൻസ് ഈ ബോൺ സുപ്രമസി, ബോൺ ഐഡന്റിറ്റി, ബേസിക്കലി മാറ്റ് ഡേമന്റെ ഒരു സ്പൈ ത്രില്ലർ ടൈപ്പ് ഫിലിംസ് ഉണ്ട്, ദ ബോൺ സീരീസ് എന്നാ പറയാം. ഇറ്റ്സ് എ ഗുഡ് മൂവി. അവസാനമാകുമ്പോൾ കുറച്ച് ചെളിയാവുന്നുണ്ട് അതും. പക്ഷെ ആദ്യത്തെ ഒരു 2-3 വലിയ കുഴപ്പമില്ല. പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിപ്പം പ്രോപ്പറായിട്ട് കൊറിയോഗ്രാഫ് ഒന്നും ചെയ്യാണ്ട് ഈ ക്യാമറ മേനോൻ ഇവരെ പിന്നാലെ തന്നെ നടന്നിട്ട് ഇങ്ങനെ ഷേക്കി ഇങ്ങനെ ചെയ്യുന്ന ഒരു ക്യാമറ വർക്ക്, അതിലൂടെ ക്യാപ്ചർ ചെയ്യുന്ന റോ ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്ന ഫൈറ്റ് സീക്വൻസ്, അതാണ് ഈ സിനിമേൻ്റെ അകത്ത് ഒരു ഉടനീളമുള്ളത്. പിന്നെയും എനിക്ക് വേദായിട്ട് തോന്നിയത് ലാലേട്ടൻ ലിഫ്റ്റിൽ നിന്ന് ഒരു 2-3 ആൾക്കാരെ കുത്തിക്കൊല്ലുന്ന സീനുണ്ട്. ആ സീന് പിന്നെയും കുഴപ്പമില്ല. അതിൻ്റെ അകത്തുള്ള ഫൈറ്റ് കൊറിയോഗ്രാഫി പിന്നെയും കുഴപ്പമില്ല. പിന്നെ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഒരു ഡാറ്റാ സെന്ററിൽ നിന്ന് ഒരു അടിപിടി കൂടുന്നുണ്ട്. അതും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ അതും ഇതുപോലെയായിരുന്നു. അപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ദിസ് മൂവി ഇസ് നോട്ട് എ ബാഡ് മൂവി. ഇറ്റ്സ് എ ഗുഡ് മൂവി, ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി, ബട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ?